സൂപ്പർ 8 പോലെ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ വരുമ്പം ശരിക്കും ജയിച്ചേ പറ്റുള്ളൂ. ഒരു കളി പോലെ തോക്കാൻ പറ്റില്ല. ഒരു കളിയെങ്കിലും തോറ്റാൽ പിന്നെ ടെൻഷനായി. ജയിക്കുമോ, പിന്നെ കാൽക്കുലേറ്ററും കുത്തിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു കളി, ഫസ്റ്റ് കളി സമനിലയായിപ്പോയി, മഴ കാരണം നടന്നില്ല. സെക്കൻഡ് കളി തോറ്റു. ഇനിയിപ്പോൾ ഒരു കളിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ശ്രീലങ്ക ഓൾറെഡി എലിമിനേറ്റായി. ഇംഗ്ലണ്ട് സെമിയിലേക്ക് കയറി. ന്യൂസിലാൻഡും പാകിസ്ഥാനുമാണുള്ളത്. ചാൻസ് ഉണ്ട്, പാകിസ്ഥാന് കയറാനും ചാൻസ് ഉണ്ട്. ന്യൂസിലാൻഡിനെ അപേക്ഷിച്ചിരിക്കും എന്ന് മാത്രം. പാകിസ്ഥാൻ്റെ അവസ്ഥ നെറ്റ് റൺ റേറ്റ് -0.4 ആണ്. ന്യൂസിലാൻഡിന് അതേ സ്ഥാനത്ത് നെറ്റ് റൺ റേറ്റ് +3.02 അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അത്ര ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, 3.5 ഡിഫറൻസ് വരുന്നുണ്ട്. അത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നല്ല മാർജിനിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണം. ന്യൂസിലാൻഡ് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനോട് തോക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പാകിസ്ഥാന് കയറാനുള്ള ഇതുള്ളൂ. മറിച്ചായാൽ ഒരു വഴിയില്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോട് ജയിച്ചാലും അതേപോലെ തന്നെ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് തോക്കുകയും ചെയ്താലും നെറ്റ് റൺ റേറ്റിൻ്റെ ബലത്തിൽ ന്യൂസിലാൻഡ് കയറിപ്പോവും. അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. അതാണേ, കളിയിൽ ഓരോ റൺസും ഓരോ ബോളും വരെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഫീൽഡിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം